ഹായ് സ്റ്റുഡൻസ്, +1 ഫിസിക്സിലെ അവസാനത്തെ ചാപ്റ്റർ 14ാമത്തെ ചാപ്റ്റർ വേവ്സ് എന്നുള്ള സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ. ഒരു 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട ആ അവസാനത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇനി ക്വിക്കായി നോക്കാൻ പോകുന്നത്. വേവ്സ് എന്നുള്ള ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് വരാം. നോക്കട്ടെ, ഒരു വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളം വേവുകൾ നമുക്ക് പരിചയമുണ്ട്. സൗണ്ട് വേവ്, ലൈറ്റ് വേവ്, വാട്ടർ വേവ്, ഇതൊക്കെ അറിയാം. വേവ് എന്ന് പറഞ്ഞാൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, വേവ് എന്നത് ട്രാൻസ്ഫർ ഓഫ് എനർജിയാണ്. ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുക. എന്നാൽ ഈ ഭാഗത്തുനിന്ന് പാർട്ടിക്കിൾ അങ്ങോട്ട് പോവില്ല. ഞാനൊരു കയർ ഒരു കമ്പി കെട്ടി വലിച്ചു പിടിച്ച് കുടയാണെന്ന് കരുതുക. അപ്പോൾ കുടയുന്ന ഭാഗത്ത് ഇവിടെ നിന്ന് കയറിൽ നിന്ന് വേവ് അങ്ങോട്ട് പോകും. എന്നാൽ കയർ അങ്ങോട്ട് പോകുന്നുണ്ടോ? ഇല്ല. എനർജി അങ്ങോട്ട് എത്തും, പാർട്ടിക്കിൾ അങ്ങോട്ട് എത്തില്ല. സോ വേവ്, ട്രാൻസ്ഫർ ഓഫ് എനർജി വിത്തൗട്ട് ദി ട്രാൻസ്ഫർ ഓഫ് പാർട്ടിക്കിൾ, അതാണ് വേവ്. വേവുകൾ പല ടൈപ്പ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ പറയുന്ന സൗണ്ട് എൻ്റെ അടുത്തുനിന്ന് ഒരാൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിടയ്ക്ക് ഒരു മീഡിയം ഉള്ളതുകൊണ്ട് എയറിലൂടെയാണ് സൗണ്ട് പോകുന്നത്. മീഡിയം ഇല്ലെങ്കിൽ കേൾക്കാൻ കഴിയില്ല. ഓക്കെ, ചില വേവുകൾക്ക് മീഡിയം വേണം. ആ മീഡിയത്തിലൂടെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുക, അത് വ്യാപിക്കുക, കടന്നു പോവുക. എന്നാൽ ലൈറ്റിനൊന്നും മീഡിയം വേണ്ട. സണ്ണിന്ന് ലൈറ്റ് ഭൂമിക്ക് വരുന്നുണ്ട്. 15 കോടി കിലോമീറ്റർ അകലെ കത്തി തൊലിക്കുന്ന സണ്ണിൽ നിന്ന് ലൈറ്റ് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ആ വാക്വത്തിലൂടെ വരുന്നത്. ചിലർക്ക് മീഡിയം വേണം. മീഡിയം വേണ്ട വേവുകളെ പറയും മെക്കാനിക്കൽ വേവ്സ്. വേവ്സ് റിക്വയർ എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ഓക്കെ, മെക്കാനിക്കൽ വേവുകൾ 2 ടൈപ്പാണ്. 10ാം ക്ലാസ്സിലുണ്ട് തോന്നുന്നു. ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ട്രാൻസ്വേഴ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ. എന്താ ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത്? നോക്കണം, ഞാൻ ആ കയറ് വലിച്ചു പിടിച്ച് കുടയുന്ന സമയത്ത് വേവ് അങ്ങോട്ടാണ് പോണത്. അപ്പോൾ അങ്ങോട്ടാണ് വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. പക്ഷേ കയർ ഇങ്ങനെയല്ലേ പൊങ്ങിത്താഴുന്നത്. അപ്പോൾ പോകുന്ന ഡയറക്ഷനും കയറിൻ്റെ പാർട്ടിക്കിളുകൾ പൊങ്ങിത്താഴുക എന്ന് പറഞ്ഞാൽ വൈബ്രേഷനാണ്. അപ്പോൾ ആ വൈബ്രേഷൻ വേവ് പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ. ഓക്കെ, പാർട്ടിക്കിൾസ് വേവ് പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലറായി വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്വേഴ്സ്, പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന വേവ്. സ്ട്രെച്ചഡ് സ്ട്രിങ്, വരിഞ്ഞു കെട്ടിയ നൂല്, കമ്പി, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകളിലൊക്കെ വയലിനിലൊക്കെ ഉണ്ടല്ലേ ധാരാളം സ്ട്രെച്ച് ചെയ്ത് വെച്ച സ്ട്രിങ്ങുകൾ ഉണ്ടാവും. അതിൽ പ്ലക്ക് ചെയ്യുമ്പോൾ അതിലൂടെ വേവ് പോകുമ്പോൾ അത് ട്രാൻസ്വേഴ്സ് വേവാണ്. എന്നാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താ? അത് വേവ് പോകുന്ന ഡയറക്ഷന് പാരലായി വൈബ്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറയുന്ന സൗണ്ട് ഇവിടെ ഉള്ള ആൾ കേൾക്കുന്നെങ്കിൽ എൻ്റെ സൗണ്ട് അയാളിലേക്ക് ഇങ്ങനെ പോകും. അവിടെ ഞങ്ങൾക്കിടക്കുള്ള എയർ മോളിക്യൂൾ ആ വേവ് പോകുന്ന ഡയറക്ഷന് പാരലായിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുക. അപ്പോൾ പാരലൽ വൈബ്രേഷൻ, പെർപെൻഡിക്കുലർ വൈബ്രേഷൻ. സ്ട്രെച്ചഡ് സ്ട്രിങ് സൗണ്ട് വേവാണ് ലോഞ്ചിറ്റ്യൂഡൽ വേവിന് ബെസ്റ്റ് എക്സാമ്പിൾ. ശ്രദ്ധിക്കുക, ട്രാൻസ്വേഴ്സ് വേവ് ഇങ്ങനെ ക്രസ്റ്റും ട്രഫായിട്ടാണ് പോവുക. പൊങ്ങി നിൽക്കുന്ന ഭാഗം ക്രസ്റ്റ്, താഴ്ന്ന ഭാഗം ട്രഫ്. എന്നാൽ ലോഞ്ചിറ്റ്യൂഡൽ വേവ് പോകുന്ന സമയത്ത് അവിടെ കംപ്രഷനും റയറിഫാക്ഷനും ഉണ്ടാവുക. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് അടുക്കുന്ന ഭാഗം, പാർട്ടിക്കിൾസ് വിട്ട് നിൽക്കുന്ന ഭാഗം റയറിഫാക്ഷൻ. കംപ്രഷൻ, റയറിഫാക്ഷൻ, കംപ്രഷൻ, റയറിഫാക്ഷൻ, ഇങ്ങനെ പോകും. ശ്രദ്ധിക്കണം, വെള്ളത്തിൻ്റെ സർഫസിൽ ഉണ്ടാകുന്ന വേവുകൾ 100% ട്രാൻസ്വേഴ്സ് ആണെന്നോ ലോഞ്ചിറ്റ്യൂഡൽ എന്ന് പറയാൻ കഴിയില്ല. അത് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ്, സമ്മാണ് എന്ന് പറയണം. ഓക്കെ, വെള്ളത്തിൻ്റെ സർഫസിൽ ഉണ്ടാകുന്ന വേവുകൾ. ശ്രദ്ധിക്കണം, ട്രാൻസ്വേഴ്സ് വേവുകൾ സോളിഡിൽ മാത്രമാണ് ഉണ്ടാവുക, ഓൺലി ഇൻ സോളിഡ്സ്. ഓക്കെ, എന്നാൽ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് സോളിഡിലൂടെ മാത്രമല്ല ലിക്വിഡിലൂടെയും ഗ്യാസിലൂടെയും ഒക്കെ കടന്നു പോകും. ഇൻ സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് എന്നുകൂടി പറയാം. ഓക്കെ, സെക്കൻഡ് ടോപ്പിക്കിലേക്ക് വരാം. സെക്കൻഡ് ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷനാണ്. ട്രാവലിംഗ് വേവ് എന്ന് പറഞ്ഞാൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന വേവ്. പ്രോഗ്രസീവ് വേവ് എന്നും പേരുണ്ട്. പ്രോഗ്രസീവ് വേവ്, ട്രാവലിംഗ് വേവ്. ഓക്കെ, ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. y(x, t) ഫോർമുല അങ്ങ് ബൈഹാർട്ടാക്കുക, ഡെറിവേഷൻ അല്ല. a sin kx ± ωt + φ. ചിലതൊക്കെ ഓസിലേഷൻ എന്നുള്ള ചാപ്റ്റർ കേട്ട പരിചയം ഉണ്ടാവും. y എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് കയർ കുടയുമ്പോൾ വേവ് അങ്ങോട്ട് പോകുകയാണെങ്കിൽ കയറിൻ്റെ പാർട്ടികൾ പൊങ്ങിത്താഴല്ലേ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കയറിൻ്റെ പാർട്ടികൾ എടുക്കുക. അപ്പോൾ ഇതാണ് ആ കയർ എന്ന് കരുതിക്കോളൂ. കയർ പൊങ്ങിത്താഴുന്നോ ആ ഒരു ചിത്രമാണ് ഞാൻ ഈ കാണിച്ചെങ്കിൽ ഈ ഒരു പാർട്ടിക്കിൾ എടുക്കുക. കയറിൻ്റെ ഈ പാർട്ടിക്കിൾ കയർ വലിച്ചു പിടിക്കുമ്പോൾ ഇവിടെയായിരുന്നു. ഇപ്പോൾ ആ കയറിൻ്റെ പാർട്ടിക്കിൾ ഇത്രയല്ലേ മേലോട്ട് പൊങ്ങിയത്, അതാ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ y എന്ന് എഴുതുന്നു. t ടൈമിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എക്സ് ദൂരെയുള്ള പാർട്ടിക്കിളിൻ്റെ എന്നുള്ള അർത്ഥമൊക്കെയാണ് x, t. അതെന്തോ അവിടെ y ഡിസ്പ്ലേസ്മെൻറ്റ്. a എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡാണ്. നോക്കണം, ഇതാണ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. പിന്നെ സൈൻ ഫംഗ്ഷൻ കഴിഞ്ഞ് ഈ വരുന്ന ആംഗിൾ kx ± ωt + φ എന്ന് വിളിക്കും. ആ ആംഗിളിനെ ഫേസ് ആംഗിൾ, ഫേസ് എന്ന് വിളിക്കും. അതിൽ k എന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ആംഗുലാർ വേവ് നമ്പർ. k = 2π/λ. ബൈ ഹാർട്ട് ചെയ്യണം, പ്രോബ്ലം ചെയ്യാണ്ട്. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. എന്താ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ക്രസ്റ്റ് ഓർ ട്രഫ്. അടുത്തടുത്ത ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരം. നോക്കണം, ഈ ക്രസ്റ്റും തമ്മിലുള്ള ദൂരം ലാംഡ. ഓക്കെ, അല്ലെങ്കിൽ അടുത്തടുത്ത ട്രഫുകൾ തമ്മിലുള്ള ദൂരം. ശ്രദ്ധിക്കണം, നമ്മൾ അടുത്തടുത്ത ക്രസ്റ്റും ട്രഫും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നതിന് പകരം ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്നാൽ, നോക്കണേ, ഒരു ക്രസ്റ്റും ഒരു ട്രഫും എടുത്താൽ ഒരു വേവ് കംപ്ലീറ്റ് ആയി. ആ ദൂരത്തെയും നമുക്ക് വേവിൻ്റെ നീളം, വേവ് ലെങ്ത് എന്ന് പറയാം. ഓക്കെ, ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്നാൽ അതൊരു വേവ് ലെങ്ത് ആയി. യെസ്,
ഇനി അപ്പോൾ ലാംഡ എന്താ മനസ്സിലാക്കിയാൽ അടുത്തത് കെ എക്സ് പ്ലസ് ഓർ മൈനസ് എന്നല്ലേ എഴുതിയത്. ഇവിടെ മൈനസ് കെ എക്സ് പ്ലസ് ഓർ മൈനസ് എന്നുള്ളിടത്ത് മൈനസ് ആണ് എഴുതണമെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വേവ് പോകുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനാണ്. മറക്കരുത്, മൈനസ് വന്നാൽ പ്ലസ്, പ്ലസ് വന്നാൽ മൈനസ്. കെ എക്സ് മൈനസ് ഒമേഗ ടി പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുക, വലത്തോട്ട് പോവുക. അപ്പോൾ കെ എക്സ് മൈനസ് ഒമേഗ കെ എക്സ് പ്ലസ് ഒമേഗ ടി ആണെങ്കിലോ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ, തിരിച്ചിങ്ങോട്ട് വരിക എന്നാണ് അർത്ഥം. ഒമേഗ നേരത്തെ പലവട്ടം പറഞ്ഞു ആംഗുലർ ഫ്രീക്വൻസിയാണ്. ഒമേഗയും ടൈം പീരീഡ് തമ്മിലുള്ള റിലേഷൻ ഒമേഗ ഇസ് ഈക്വൽ ടു 2π ടൈം പീരീഡ്. ഒമേഗയും ഫ്രീക്വൻസി തമ്മിലുള്ള റിലേഷൻ ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ. ഫൈ ആര ഓസിലേഷനിൽ കണ്ടു, ഇനീഷ്യൽ ഫേസ്. ഓക്കെ, സോ ഫോർമുല ബൈ ഹാർട്ടാക്കുക. ഓരോ ലെറ്ററുകളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയാലേ നമുക്ക് പ്രോബ്ലം വന്നാൽ ചെയ്യാൻ പറ്റൂ. നോക്കടാ, ഒരു പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷൻ തന്നിരിക്കണം നോക്ക്, 0.005 സൈൻ 80x-3t. അങ്ങനെയാണെങ്കിൽ ആ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് ചോദിച്ചാൽ 0.005. യൂണിറ്റ് കൂടി ചേർത്ത് എഴുതണം, അത് പ്രോബ്ലത്തിൽ തരും. എല്ലാം SI യൂണിറ്റ് ആണെന്നോ അല്ലെങ്കിൽ CGS സെൻറ്റിമീറ്റർ ആണെന്നൊക്കെ തരും. അപ്പോൾ ആ കറക്റ്റ് യൂണിറ്റ് കൂടി ചേർത്ത് എഴുതണം. ഇനി കെയുടെ പ്ലേസിൽ നോക്കണം, KX എന്നല്ലേ ഫോർമുലയിലുള്ളത്, ആ കെയുടെ സ്ഥാനത്ത് 80 അല്ലേ വന്നത്. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ 2π/λ ആണ്. 2π/λ 80 ആണെങ്കിൽ അതിൽ നിന്ന് ലാംഡ കണ്ടെത്തിക്കൂടെ. അതേപോലെ ഒമേഗൻ്റെ പ്ലേസിൽ വന്നിരിക്കുന്നത് 3 അല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ ഒമേഗ ഇസ് ഈക്വൽ ടു 3. ഒമേഗ പറഞ്ഞാൽ 2π ന്യൂ ആണ്, അതിൽ നിന്ന് ന്യൂ കണ്ടെത്താം, 3/2π. ഓക്കെ, അതേപോലെ ഏത് ഡയറക്ഷനിലായി വേവ് പോകുന്നത്, ഇവിടെ മൈനസ് വന്നാൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇനീഷ്യൽ ഫേസ് അതിവിടെ കാണാമല്ലോ, KX മൈനസ് ഒമേഗ ടി കഴിഞ്ഞിട്ട് വരുന്ന ഫൈ എന്നുള്ള ആംഗിൾ അല്ലേ ഇനീഷ്യൽ ഫേസ്. ആ ഫൈ എന്നുള്ള ആംഗിൾ ഇവിടെ ഇല്ല, അപ്പോൾ ഇനീഷ്യൽ ഫേസ് എന്താണ് 0. ഇനിയിപ്പോൾ അവിടെ പ്ലസ് π/3 നോക്കണ്ടെങ്കിലോ ഇനീഷ്യൽ ഫേസ് π/3 ആണ്. ഈ രൂപത്തിലുള്ള പ്രോബ്ലം നിങ്ങൾ ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യണം, നിർബന്ധമായും ചെയ്ത് പഠിക്കണം. ഒരേ ടൈപ്പ് പ്രോബ്ലം തന്നെ ആവർത്തിച്ച് ചോദിച്ചതായി ഈ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ സെഷൻ ഒരു വേവിൻ്റെ ഒരു പ്രോഗ്രസീവ് ട്രാവലിംഗ് വേവ് അതിൻ്റെ സ്പീഡ് കാണാനുള്ള ഫോർമുല നോക്കണം. ഏത് ട്രാവലിംഗ് വേവ് ആവട്ടെ സ്പീഡ് കാണാനുള്ള 2 ഫോർമുലകളാണ്. ഒന്ന് ω/k, മറ്റൊന്ന് ന്യൂ ലാംഡ. ഏത് ട്രാവലിംഗ് വേവിൻ്റെയും വെലോസിറ്റി ω/k, അതേപോലെ ന്യൂ ലാംഡ. ഒമേഗ എന്താ കെ എന്താ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ ഇനി ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിലെ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ട്രാൻസ്വേഴ്സ് വേവ്, അതിൻ്റെ വെലോസിറ്റി കാണാനുള്ള സ്പെഷ്യൽ ഫോർമുല √T/μ എന്നാണ്. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാറുണ്ട്, ഡെറിവേഷൻ ഒന്നുമില്ല. ടി എന്ന് പറഞ്ഞാൽ ആ സ്ട്രെച്ചിങ് ഫോഴ്സാണ്. നന്നായി വലിച്ചു പിടിച്ചാലല്ലേ അതിൽ ഫാസ്റ്റായിട്ട് ആ കമ്പി വൈബ്രേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായി സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം, ആ സ്ട്രെച്ചിങ് ഫോഴ്സാണ് ടി. ഓക്കെ, മ്യൂ ഒരു പുതിയ ക്വാണ്ടിറ്റിയാണ്. മ്യൂ എന്നത് മാസ് ബൈ ലെങ്ത് ആണ്. മാസ് ബൈ ലെങ്ത് പറയുമ്പോൾ അതിൻ്റെ പേര് ലീനിയർ മാസ് ഡെൻസിറ്റി എന്നാണ്. അപ്പോൾ ഫോർമുല മറക്കരുത്, √T/μ. ഇതിന്ന് വെലോസിറ്റി കാണാനുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട്. വെലോസിറ്റി തന്നിട്ട് ടെൻഷൻ, സ്ട്രെച്ചിങ് ഫോഴ്സ് കാണാനുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഓക്കെ, ടെൻഷൻ എന്നാണ് സ്ട്രെച്ചിങ് ഫോഴ്സ്, അതിനെ ടെൻഷൻ എന്ന് പറയും. ഓക്കെ, സ്ട്രെച്ചിങ് ഫോഴ്സ്. യെസ്. ഇനി സൗണ്ട് വേവിൻ്റെ വെലോസിറ്റി. സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവാണ്. അത് സോളിഡിലൂടെയും പോകും, ലിക്വിഡിലൂടെയും പോകും, ഗ്യാസിലൂടെയും പോകും. സോളിഡിലൂടെയാണ് പോകണമെങ്കിൽ √Y/ρ. Y യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ്, റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി. ഓക്കെ, ഇനി ലിക്വിഡോ ഗ്യാസ് ഒക്കെ ആണെങ്കിൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഫ്ലൂയിഡിലൂടെ സൗണ്ട് പോകുമ്പോൾ ബൾക്ക് മോഡുലസ് ബൈ ഡെൻസിറ്റി √B/ρ എന്നാണ് വരിക. സോളിഡ് ആകുമ്പോൾ Y/ρ, ഫ്ലൂയിഡ് ആകുമ്പോൾ B/ρ. ഇനി എയർ ആകുമ്പോഴോ, എയർ ആകുമ്പോൾ ന്യൂട്ടൺ പറഞ്ഞു നമുക്ക് P/ρ എന്ന് പറയാമെന്ന്. പി പറഞ്ഞാൽ പ്രഷറാണ്, P/ρ എന്ന് ന്യൂട്ടൺ പറഞ്ഞു. പക്ഷേ ന്യൂട്ടൺ പറഞ്ഞതിൽ അപാകതകളുണ്ടായി. ആ വാല്യൂ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായി വരുന്നില്ല. അപ്പോൾ ലാപ്ലേസ് എന്ന സയൻറ്റിസ്റ്റ് അതിനെ കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇതല്ല ഫോർമുല, ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല. അതുകൊണ്ട് എയറിലൂടെ സൗണ്ട് പോകുമ്പോഴുള്ള വെലോസിറ്റി √Γ/P/ρ. ഗാമ CP/CV. ഓക്കെ, അപ്പോൾ Γ/P/ അതാണ് കറക്റ്റ് ഫോർമുല. ആ ഇക്വേഷൻ അറിയപ്പെടുന്നത് ന്യൂട്ടൺ ലാപ്ലേസ് ഇക്വേഷൻ. അപ്പോൾ എന്താണ് ന്യൂട്ടൺ ലാപ്ലേസ് ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ എഴുതണം, അല്ലെങ്കിൽ ലാപ്ലേസ് കറക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ കാര്യം എഴുതണം. ന്യൂട്ടൺ കരുതിയത് സൗണ്ട് കടന്നു പോകുന്ന സമയത്ത് എയറിൽ നടക്കുന്ന ആ കംപ്രഷൻ റയറിഫാക്ഷൻ അല്ലേ, പ്രഷറും വോളിയം മാറ്, ആ സൗണ്ട് എയറിലൂടെ കടന്നു പോകുമ്പോൾ അത് ഐസോതെർമൽ ചേഞ്ച് ആണെന്നാണ് ന്യൂട്ടൺ കരുതിയത്. എന്നാൽ ഐസോതെർമൽ ചേഞ്ച് അല്ല, അത് അഡയാബാറ്റിക് ചേഞ്ച് ആണെന്ന് തിരുത്തി ആര്, ലാപ്ലേസ്. ഓക്കെ, ഇത് ഐസോതെർമൽ ചേഞ്ച് ആണെന്ന് കരുതുമ്പോഴാണ് ഇക്വേഷൻ ഇങ്ങനെ വരിക, അഡയാബാറ്റിക് ചേഞ്ച് ആകുമ്പോഴാണ് ഇങ്ങനെ വരിക. ശ്രദ്ധിക്കുക, സൗണ്ടിൻ്റെ വെലോസിറ്റി, സൗണ്ട് എയറിലൂടെ കടന്നു പോകുമ്പോൾ ഫോർമുല ഇതാണ് നമ്മൾ പഠിച്ചു. ഇത് കാണുന്ന ഒരു കുട്ടിക്ക് തോന്നും പ്രഷർ മാറുമ്പോൾ സൗണ്ടിൻ്റെ വെലോസിറ്റി മാറും. ഇല്ല, സൗണ്ടിൻ്റെ വെലോസിറ്റി പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യണേ ഇല്ല, ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. പ്രഷർ കൂടിയാൽ വോളിയം കുറയും, വോളിയം കുറഞ്ഞാൽ ഡെൻസിറ്റിയും കൂടും. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ ഡെൻസിറ്റി കൂടുമ്പോൾ ന്യൂമറേറ്ററും കൂടും, ഡിനോമിനേറ്ററും കൂടുകയാണ്. അതെന്തോ ആവട്ടെ, പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ സൗണ്ടിൻ്റെ വെലോസിറ്റി കൂടും. അതേപോലെ ഹ്യൂമിഡിറ്റി കൂടിയാൽ, ഹ്യൂമിഡിറ്റി അന്തരീക്ഷത്തിൽ ഈർപ്പം, എന്താ പറയുക, നമ്മൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അപ്പോൾ ഹ്യൂമിഡ് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ ഹ്യൂമിഡ് എയർ ആകുന്ന സമയത്തൊക്കെ അവിടെ വെലോസിറ്റി കൂടും എന്നുള്ളത് ഓർത്ത് വെക്കുക. സോ ഇത്രയും കാര്യങ്ങൾ വെലോസിറ്റി ഓഫ് വേവ് എന്നുള്ള ഭാഗത്ത് പഠിക്കും. അങ്ങനെയെങ്കിൽ 2 ചെറിയ ടോപ്പിക്ക്, ഒരു വലിയ ടോപ്പിക്ക്.
ഈ രണ്ട് ചെറിയ ടോപ്പിക്കിൽ നിന്ന് പബ്ലിക് എക്സാമിന് ഇതുവരെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം പരിശോധിച്ചാൽ ഒന്നോ രണ്ടോ ചോദ്യം കണ്ടെങ്കിലായി, അത്രയേ ഉള്ളൂ. റിഫ്ലക്ഷൻ ഓഫ് വേവ്. വേവ് ഒരു സർഫസിൽ തട്ടി തിരിച്ചു വരിക, അതാണ് റിഫ്ലക്ഷൻ. തട്ടി തിരിച്ചു വരുന്ന ആ തട്ടുന്ന സർഫസ് എന്നല്ല പറയാം, ബൗണ്ടറി എന്ന് പറയും. രണ്ട് തരം ബൗണ്ടറി ഉണ്ട്. ഒന്ന് റിജിഡ് ബൗണ്ടറി, മറ്റൊന്ന് ഓപ്പൺ അല്ലെങ്കിൽ ഫ്രീ ബൗണ്ടറി. റിജിഡ് ബൗണ്ടറി, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന എൻ്റെ സൗണ്ട് എയറിലൂടെ പോയി ഞാൻ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റൂമിനകത്തെ വാളിൽ പോയി തട്ടുന്നു. അപ്പോൾ എയറിനേക്കാൾ ഡെൻസിറ്റി കൂടിയ സ്ട്രെങ്ത് കൂടിയ വാളിൽ തട്ടും, അത് റിജിഡ് ബൗണ്ടറിയാണ്. ഓക്കെ, അതാണ് റിജിഡ് ബൗണ്ടറി. അപ്പോൾ രണ്ട് തരം ബൗണ്ടറി, റിജിഡ് ബൗണ്ടറി, ഓപ്പൺ ബൗണ്ടറി. റിജിഡ് ബൗണ്ടറി ആണെന്നുണ്ടെങ്കിൽ ക്രസ്റ്റ് വന്ന് തട്ടിയാൽ ട്രഫായി തിരിച്ചു പോകും. ട്രഫാണ് തട്ടുന്നതെങ്കിൽ ക്രസ്റ്റായി തിരിച്ചു പോകും. നേരെ ഓപ്പോസിറ്റ് ആവും. നമ്മൾ വേവിൻ്റെ ഭാഷയിൽ പറയുക 180 ഡിഗ്രി ഫേസ് ചേഞ്ച് ഉണ്ടാകുമെന്നാണ്. 180 ഡിഗ്രി അറിയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, ഇത് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ മേലോട്ട് വരച്ചു, ഇതിൽ നിന്ന് 180 ഡിഗ്രി ഒരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ താഴോട്ടല്ലേ, അതാണ് ക്രസ്റ്റ് തട്ടുമ്പോൾ ട്രഫായി പോകും. ട്രഫ് തട്ടിയാൽ ക്രസ്റ്റായി പോകും. എങ്ങനെ പറയും? 180 ഡിഗ്രി ഫേസ് ചേഞ്ച് ഉണ്ടാവും. എന്നാൽ ഓപ്പൺ അല്ലെങ്കിൽ ഫ്രീ ബൗണ്ടറി ആണെങ്കിലോ ക്രസ്റ്റ് വന്ന് തട്ടിയാൽ ക്രസ്റ്റായിട്ട് തന്നെ തിരിച്ചു പോകും. അപ്പോൾ നോ ഫേസ് ചേഞ്ച്. ഓക്കെ, ഇത്രയും കാര്യം പഠിക്കും. അടുത്തത് ബീറ്റ്സ് ആണ്. എന്താണ് ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ? രണ്ട് സൗണ്ട് വേവുകൾ ഒരേ സമയം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് കരുതുക. ഒരു വേവിൻ്റെ ഫ്രീക്വൻസി 500 ഹെഡ്സ്, അടുത്തത് 502 ഹെഡ്സ്. ഫ്രീക്വൻസിയിൽ വ്യത്യാസമല്ലേ? ഉണ്ട്. എത്ര വ്യത്യാസം? 2. ഫ്രീക്വൻസികൾ തമ്മിൽ 1, 2, 3 ചെറിയ വ്യത്യാസം. ഫ്രീക്വൻസിയിൽ ചെറിയ വ്യത്യാസമല്ല, രണ്ട് സൗണ്ട് വേവുകൾ ഒന്നിച്ച് പ്രൊഡ്യൂസ് ചെയ്താൽ ആ രണ്ട് സൗണ്ടും കൂടിച്ചേർന്ന് നമുക്ക് വേറൊരു പുതിയ ഒരു രീതിയിലുള്ള സൗണ്ട് നമ്മൾ കേൾക്കും. അപ്പോൾ ഫ്രീക്വൻസികൾ തമ്മിൽ നേരിയ വ്യത്യാസമുള്ള സൗണ്ട് വേവുകൾ കൂടിച്ചേർന്നാൽ നമുക്കവിടെ കേൾക്കാൻ സാധിക്കുക സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും കുറയും. ഇങ്ങനെ കൂടും കുറയും ചെയ്യുന്ന രീതിയിൽ സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതാണ് ഫോർമേഷൻ ഓഫ് ബീറ്റ്സ്. ശ്രദ്ധിക്കുക, ആൾട്ടർനേറ്റ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ദി ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് ഡ്യൂ ടു ദി സൂപ്പർപൊസിഷൻ കൂടിച്ചേരുക ഓഫ് 2 സൗണ്ട് വേവ്സ് ഹാവിംഗ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. ചെറിയ ഫ്രീക്വൻസി ഡിഫറൻസേ പറ്റുള്ളൂ, എന്നാലേ നമുക്കത് കേൾക്കാൻ കഴിയുള്ളൂ. നോക്കണം, ഒരു ബീറ്റ് പറഞ്ഞാൽ ഒരു ഇൻറ്റൻസിറ്റി കൂടി വരിക കുറഞ്ഞു വരിക, ഒരു കൂടലും കുറയലും, അതാണ് ഒരു ബീറ്റ്. ഓക്കെ, ഒരു സെക്കൻഡിൽ എത്ര ബീറ്റ് കേൾക്കും അതിനെ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയും. നമ്പർ ഓഫ് ബീറ്റ്സ് പെർ സെക്കൻഡ് ഇസ് കോൾഡ് ബീറ്റ് ഫ്രീക്വൻസി. ന്യൂ ബീറ്റ് എന്ന് എഴുതും. ബീറ്റ് ഫ്രീക്വൻസി എങ്ങനെ കാണുക? നോക്കാം, ഒരു സൗണ്ടിൻ്റെ ഫ്രീക്വൻസി 500 മറ്റത് 502 ആണെങ്കിൽ ബീറ്റ് ഫ്രീക്വൻസി 2 ആയിരിക്കും. ആ ഫ്രീക്വൻസികൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ബീറ്റ് ഫ്രീക്വൻസി. ഒന്ന് 500 ഒന്ന് 510 ആണെങ്കിലോ ഡിഫറൻസ് 10 ആയിരിക്കും. ഓക്കെ, ഒന്ന് 500 ഒന്ന് 550 ആണെങ്കിലോ ബീറ്റ് ഫ്രീക്വൻസി 50 ആവും. പക്ഷേ ഒരു സെക്കൻഡിൽ 50 ബീറ്റ് ഒന്നും ഉണ്ടായാൽ മനുഷ്യൻ്റെ ചെവിക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഫ്രീക്വൻസികൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ പാടുള്ളൂ എന്ന് പറഞ്ഞത്. പിന്നെ എന്തിനാ മോഡ് എന്ന് എഴുതിയത്? അത് ആ മാഗ്നിറ്റ്യൂഡ് എഴുതിയാൽ മതി. ചെറുതിൽ നിന്ന് വലുതൊക്കെ കുറക്കുമ്പോൾ മൈനസ് സൈൻ അതൊന്നും വേണ്ട. ആ ഡിഫറൻസ് ആണ് ബീറ്റ് ഫ്രീക്വൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബീറ്റ് ഫ്രീക്വൻസി വെച്ചിട്ട് ഒരു ചെറിയ ക്വസ്റ്റ്യൻ മാത്രമാണ് പബ്ലിക് എക്സാമിനൊക്കെ വന്നത്. എന്നാൽ ഈ ടോപ്പിക്കിലെ എല്ലാ പോയിന്റ്സും വൃത്തിയായി പഠിച്ചു വെക്കും. ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക്, 1 മാർക്കിന് 2 മാർക്കിന് 3 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ വരാറുള്ള അവസാന ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. ടോപ്പിക്കിൻ്റെ ഹെഡിങ് പറ, സ്റ്റാൻഡിങ് വേവ് ഓർ സ്റ്റേഷനറി വേവ്. നേരത്തെ എന്താ പറഞ്ഞത്? ട്രാവലിംഗ് വേവ്. ഇതോ സ്റ്റാൻഡിങ്. നേരത്തെ ട്രാവലിംഗ് വേവ് പറഞ്ഞാൽ എനർജി ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതോ എനർജി ട്രാൻസ്ഫർ ചെയ്യില്ല, അങ്ങനത്തെ വേവാണ്. അതെന്താ എനർജി ട്രാൻസ്ഫർ ചെയ്യാത്തത്? നോക്കണം, ഒരു ട്രാവലിംഗ് വേവ് അങ്ങോട്ട് പോവുക, അതേ സമയത്ത് വേറെ ട്രാവലിംഗ് വേവ് ഇങ്ങോട്ടും വരിക. രണ്ടാളും ഒരേപോലെ ഐഡൻറ്റിക്കൽ, ഒരേ വേവ് ലെങ്ത്തും ഒരേ ആംപ്ലിറ്റ്യൂഡ് ഒരേ ഫ്രീക്വൻസിക്കുള്ളവർ, രണ്ട് ട്രാവലിംഗ് വേവുകൾ ഒരേപോലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക ഒരേ സമയം. അത് രണ്ടും കൂടിച്ചേർന്നൊരു പുതിയ വേവ് പാറ്റേൺ ഉണ്ടാവുക. നോക്കണം, ഒരു റബ്ബർ ബാൻഡ് ഞാൻ അങ്ങനെ പിടിച്ചു, രണ്ടറ്റം വലിച്ചു പിടിച്ചു, എന്നിട്ട് ഈ ഭാഗം നിങ്ങളോട് പ്ലക്ക് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ താഴ്ത്തിയ റബ്ബർ ബാൻഡിന് വേണമെന്നില്ല, ഒരു നൂലോ ഒരു കമ്പി എന്തെങ്കിലും ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഭാഗം താഴ്ത്താൻ ആവശ്യപ്പെട്ടാൽ ആ ഭാഗം താഴ്ത്തുമ്പോൾ പിന്നെ ആ ഭാഗം പൊങ്ങി താഴുമ്പോൾ ഇവിടെ നമ്മൾ പ്ലക്ക് ചെയ്താൽ ഇവിടുന്ന് അങ്ങോട്ടൊരു വേവ് പോവും, ഇങ്ങോട്ടൊരു വേവ് പോവും. ആ രണ്ട് വേവും രണ്ട് ബൗണ്ടറി തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരും, കൂടിച്ചേർന്ന് പുതിയൊരു വേവ് പാറ്റേൺ ഉണ്ടാവും. ഇതാണ് സ്റ്റാൻഡിംഗ് വേവ്. നോക്കാം, സൂപ്പർ പൊസിഷൻ ഓഫ് ഐഡൻറ്റിക്കൽ പ്രോഗ്രസീവ് വേവ്സ്, ഒരേപോലുള്ള പ്രോഗ്രസീവ് വേവ് ട്രാവലിംഗ് വേവുകൾ കൂടിച്ചേരുക. ഓക്കെ, മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അങ്ങനെ കൂടിച്ചേരുമ്പോഴാണ് സ്റ്റാൻഡിംഗ് വേവ് ഉണ്ടാവുക. ഈ സ്റ്റാൻഡിംഗ് വേവ് വിൽ നോട്ട് ട്രാൻസ്ഫർ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. ആ സ്റ്റാൻഡിംഗ് വേവിൻ്റെ പാറ്റേൺ ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. നോക്കട്ടോ, വലിച്ചു പിടിച്ച ഒരു സ്ട്രിങ് ആണ്, ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ് ആണ് ഇതെന്ന് വിചാരിക്കും. ആ സ്ട്രെച്ചഡ് സ്ട്രിങ് നമ്മൾ പ്ലക്ക് ചെയ്യുമ്പോൾ അതിൽ ഇതേപോലെ വേവ് ഒരേ സമയം ഐഡൻറ്റിക്കൽ വേവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കൂടിച്ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്റ്റാൻഡിംഗ് വേവിൻ്റെ പാറ്റേൺ ആണ് ഈ കാണിച്ചത്. തെറ്റിദ്ധരിക്കരുത്. ഒരു സമയത്ത് ആ സ്ട്രെച്ചഡ് സ്ട്രിങ് ഇങ്ങനെ നിൽക്കണമെങ്കിൽ അടുത്ത സമയത്ത് ആ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ ആ രൂപം ഇങ്ങനെ ആയിരിക്കും. വീണ്ടും ആ സ്ട്രെച്ചഡ് സ്ട്രിങ് എന്തായി മാറും? ഈ രൂപത്തിലായി മാറും. പിന്നെ അതിന് ശേഷം ആ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ പൊസിഷൻ നോക്കണം. ആ സ്ട്രെച്ചഡ് സ്ട്രിങ് ഈ രൂപത്തിലേക്ക് ഇങ്ങനെ വരും. ഇതെല്ലാം കൂടി പിന്നെ വീണ്ടും ഇങ്ങനെ ഈ പൊസിഷനിലേക്ക് വരും. ഈ 4 ചിത്രം കൂടി അല്ലെങ്കിൽ 5 ചിത്രം കൂടി ഒരുമിച്ച് വരച്ചതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ നോക്ക്. ഇങ്ങനെ യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത പോയിന്റുകൾ ഉണ്ടല്ലോ, ഈ പോയിന്റും ഇവിടെയുള്ള പോയിന്റൊക്കെയാണത്. അവരൊന്നും അനങ്ങുന്നേ ഇല്ല, അവരെപ്പോഴും അവിടെ തന്നെ നിൽക്കുക, അവർ വൈബ്രേറ്റ് ചെയ്യുന്നേ ഇല്ല.
അവർക്ക് സീറോ വൈബ്രേഷൻ, സീറോ ആംപ്ലിറ്റ്യൂഡ്. വൈബ്രേഷൻ ഉണ്ടെങ്കിലല്ലേ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുള്ളൂ. അങ്ങനെ സീറോ ആംപ്ലിറ്റ്യൂഡുള്ള അനങ്ങാതെ നിൽക്കുന്ന പോയിന്റുകളെ നോഡ് എന്ന് പറയും. നോഡ്. ഓക്കെ. എന്നാൽ ഈ ഭാഗത്തൊക്കെ മോളിക്യൂൾസ് കണ്ടോ, ഈ ഭാഗത്തൊക്കെ ഉള്ള മോളിക്യൂൾ അവരൊക്കെ നല്ലോണം പൊങ്ങിത്താഴുന്നവരാണ്, മാക്സിമം വൈബ്രേറ്റ് ചെയ്യുന്നവരാണ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഇതൊക്കെ. ആ പോയിന്റുകളെ ആൻറ്റി നോഡ് എന്ന് പറയും. ഓക്കെ. സ്റ്റാൻഡിങ് വേവിൻ്റെ ആ ഒരു പാറ്റേൺ വരച്ച് നോഡും ആൻറ്റിനോടും മാർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി സ്റ്റാൻഡിങ് വേവിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ഒരു തവണയ്ക്ക് എക്സാമിന് ചോദിച്ചതായി കണ്ടിട്ടുണ്ട്. കഴിയുന്നത് പോലെ ഒന്ന് പഠിച്ചു വെക്കുക. അങ്ങോട്ട് പോകുന്ന വേവ് എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി, ഇങ്ങോട്ട് വരുന്ന വേവ് സെയിം ആംപ്ലിറ്റ്യൂഡാണ്, പക്ഷേ ഇങ്ങോട്ടായതുകൊണ്ട് പ്ലസ് ആക്കി. ഇനി രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ രണ്ടിൽ എ കോമൺ ആണ്, ബ്രാക്കറ്റിൽ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി, സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി. ഇനി ട്രിഗണോമെട്രിക് റിലേഷൻ അറിയുന്നവർ, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ അറിയുന്നവർ അതിനനുസരിച്ച് ചെയ്ത് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്താ, 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഇല്ലെങ്കിൽ ഫോർമുല ബൈ ഹാർട്ട് ആക്കി വെക്കുക, 2a സൈൻ കെ എക്സ് കോസ് ഒമേഗ ടി. സ്റ്റാൻഡിങ് വേവിൻ്റെ ഇക്വേഷൻ പറ, 2a സൈൻ കെ എക്സ് കോസ് ഒമേഗ ടി. അതിൽ 2a സൈൻ കെ എക്സ് ആണ് സ്റ്റാൻഡിങ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ശ്രദ്ധിക്കുക, സ്റ്റാൻഡിങ് വേവിൻ്റെ ഇക്വേഷനും ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷൻ തമ്മിൽ വ്യത്യാസം എന്താ? ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷനിൽ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നോ കെ എക്സ് പ്ലസ് ഒമേഗ ടി എന്നോ കാണും. എന്നാൽ സ്റ്റാൻഡിംഗ് വേവിൻ്റെ ഇക്വേഷനിൽ കെ എക്സ് പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി എന്നുള്ള പോർഷൻ കാണുകയില്ല. അപ്പോൾ ഒരു ഇക്വേഷൻ, ഒരു വേവിൻ്റെ ഇക്വേഷൻ വന്നിട്ട് ചോദിക്കും, ഇത് സ്റ്റാൻഡിംഗ് വേവിൻ്റെ ഇക്വേഷൻ ആണോ അതോ ട്രാവലിംഗ് പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷൻ ആണോ? ശ്രദ്ധിക്കുക, കെ എക്സ് പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി എന്നുള്ള പോർഷൻ ഉണ്ടോ, എന്നാൽ ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവ് ആണ്. ഈ ഇക്വേഷനാണ്, ഈ രൂപത്തിലാണെങ്കിൽ അത് സ്റ്റാൻഡിംഗ് വേവ് ആണ് എന്ന് മനസ്സിലാക്കണം. ഇനി സ്റ്റാൻഡിംഗ് വേവ് ഉണ്ടാകുന്ന 3 സിറ്റുവേഷൻസ്, 3 കേസുകൾ പഠിക്കുകയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട 3 കേസുകൾ നോക്കണം. ആദ്യം സ്റ്റാൻഡിംഗ് വേവ്സ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, സ്റ്റാൻഡിംഗ് വേവ്സ് ഇൻ എ ക്ലോസ്ഡ് പൈപ്പ്. സ്ട്രെച്ച്ഡ് സ്ട്രിങ് പലതവണ വന്നു നമ്മുടെ ചർച്ചയിൽ, അതിനി പറയണ്ട, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകളിലൊക്കെ കാണുന്നു. ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിൻ്റെ ഒരു എൻഡ് ക്ലോസ്ഡ് ആണ്, മറ്റെൻഡ് ഓപ്പൺ ആണ്. അതാണ് ഒരു എൻഡ് ഓപ്പൺ, ഒരു എൻഡ് ക്ലോസ്ഡ്. ഓക്കെ. നിങ്ങൾ സെക്കൻഡ് ഇയറിലൊക്കെ ലാബിൽ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, റെസൊണൻസ് കോളം എക്സ്പെരിമെൻറ്റ്. ആ റെസൊണൻസ് കോളം എക്സ്പെരിമെൻറ്റിലൊക്കെ നിങ്ങൾ ഈ ക്ലോസ്ഡ് പൈപ്പുകൾ കണ്ടേക്കാം. അപ്പോൾ റെസൊണൻസ് കോളം എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ചോദ്യമായിട്ട് എക്സാമിന് കാണുകയാണെങ്കിൽ അത് ക്ലോസ്ഡ് പൈപ്പാണെന്ന് മനസ്സിലാക്കണം. 2 എൻഡും ഓപ്പൺ ആയിട്ടുള്ള പൈപ്പുകളാണ് ഓപ്പൺ പൈപ്പ് എന്ന് പറയുന്നത്. ആ ഓപ്പൺ പൈപ്പിൽ 2 എൻഡും ഓപ്പൺ ആകുമ്പോൾ അതിന് എക്സാമ്പിളായി നമുക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ ഫ്ലൂട്ടൊക്കെ പറയാം. അപ്പോൾ ഫ്ലൂട്ടുമായി കണക്ട് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ അത് ഓപ്പൺ പൈപ്പാണ് എന്ന് മനസ്സിലാക്കണം. ഇനി ഈ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന സ്റ്റാൻഡിംഗ് വേവ്സിൻ്റെ വ്യത്യസ്ത പാറ്റേണുകൾ എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഫിക്സ് ചെയ്തിട്ടുള്ള 2 ഭാഗത്തും നോഡേ ഉണ്ടാവും. ഓക്കെ. ഈ 2 ഭാഗത്തുള്ള ആ പാർട്ടിക്കിൾസിന് വൈബ്രേറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ 2 എൻഡിലും നോഡേ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ 2 എൻഡിലും നോഡും നടുക്കൊരു ആൻറ്റി നോഡും ആകുമ്പോൾ ഇതായിരിക്കും ഏറ്റവും ഫണ്ടമെൻ്റലായി ഉണ്ടാകുന്ന രീതി. ഓക്കെ. ഇതാണ് ഫണ്ടമെൻ്റലായിട്ടുള്ള ആ സ്റ്റാൻഡിംഗ് വേവിൻ്റെ പാറ്റേൺ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ. ഓക്കെ. ഒന്നുകിൽ ഇങ്ങനെയാവും, അതല്ലെങ്കിൽ ഈ രൂപത്തിലാവും, അതല്ലെങ്കിൽ ഇങ്ങനെയാവും. നോക്കണം, ഒന്നാമത്തെ ഡയഗ്രത്തിൽ ഇങ്ങനെയുള്ള ഒരു സെഗ്മെൻ്റ് ഉള്ളത്, അങ്ങനെ ഒരു ക്ലോസ്ഡ് പോർഷൻ ഒന്നാണ്. അങ്ങനെയുള്ള 2 ക്ലോസ്ഡ് പോർഷനുകൾ ഇവിടെ ആണ്. ക്ലോസ്ഡ് പോർഷൻ എന്ന് ഞാൻ പറയുന്നത് ഈ 2 രീതിയിൽ ഇങ്ങനെ ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന രൂപത്തിൽ വെറുതെ അങ്ങനെ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. ഒന്നുകിൽ ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ രൂപത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. നോക്കണം, ഈ വരച്ചതിൻ്റെ ഒരു ഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള 2 ക്ലോസ്ഡ് സെഗ്മെൻറ്റുകളല്ലേ ഇതിനകത്തുള്ളത്, അതേപോലെ 3 എണ്ണല്ലേ ഇതിനകത്തുള്ളത്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റാൻഡിംഗ് വേവ് ഉണ്ടാകുമ്പോൾ ആ ഫ്രീക്വൻസിയുടെ ഡബിൾ ഫ്രീക്വൻസി ആയിരിക്കും ഇതിന്, ഇതിൻ്റെ ത്രിബിൾ ഫ്രീക്വൻസി ആയിരിക്കും ഇതിന്. അതുകൊണ്ടാണ് ഇതിന് ഫസ്റ്റ് ഹാർമോണിക്, ഇതിന് സെക്കൻഡ് ഹാർമോണിക്, ഇതിന് തേർഡ് ഹാർമോണിക്. ആ ഫ്രീക്വൻസികളാണ് പറയുന്ന പേര്. ഇങ്ങനെ സ്റ്റാൻഡിംഗ് വേവ് ഉണ്ടാകുമ്പോൾ ഫ്രീക്വൻസിയുടെ ഫോർമുല ഡിറൈവ് ചെയ്യണം. ആദ്യം ഡയഗ്രം വരക്കാൻ പഠിക്കണം. ഫസ്റ്റ് ഹാർമോണിക് വരക്കുക, സെക്കൻഡ് വരക്കാൻ സിമ്പിൾ അല്ലേ? ഓക്കെ. 2 എണ്ണം വരക്കുക, അതേപോലെ 3 എണ്ണം വരക്കുമ്പോൾ തേർഡ് ഹാർമോണിക്. നോഡും ആൻറ്റിനോടും മാർക്ക് ചെയ്യാൻ അറിയണം. ഓക്കെ. ഡയഗ്രം വരക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ സ്റ്റാൻഡിംഗ് വേവിൻ്റെയും ഫ്രീക്വൻസിയുടെ ഫോർമുല ഡിറൈവ് ചെയ്യാൻ പഠിക്കും. ഞാൻ ആദ്യം എല്ലാ കേസിലെയും ഡയഗ്രം ഒന്ന് പഠിപ്പിക്കട്ടെ. ഇവിടെ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് 2 എണ്ണം 3 എണ്ണം, അപ്പം 4 എണ്ണം 5 എണ്ണം അങ്ങനെ പോകും. എന്നാൽ ക്ലോസ്ഡ് പൈപ്പാണെങ്കിൽ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് നോഡേ ഉണ്ടാവും, ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് ആൻറ്റി നോഡേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ വരച്ചത് ഇതുപോലൊരു ക്ലോസ്ഡ് പോർഷൻ ആയിരുന്നെങ്കിൽ അതിൻ്റെ പകുതി പോർഷനാണ് ഇവിടെ വരക്കുന്നത്. നോക്കണം, പകുതി പോർഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ, അപ്പോൾ ഒരു നോഡും ഒരു ആൻറ്റി നോഡുമായി കണ്ടോ. അപ്പോൾ ഇതിനൊരു ഫുൾ പോർഷൻ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതിനൊരു ഹാഫ് പോർഷൻ എന്ന് വിളിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യം വരച്ച സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ നോക്കണോ, സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ ഒരു ഫുൾ പോർഷൻ, 2 ഫുൾ പോർഷൻ, 3 ഫുൾ. ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു ഫുൾ പോർഷൻ, ഇതിന് ഹാഫ് പോർഷൻ എന്ന് വിളിക്കണം. ഇവിടെ ഒരു ഹാഫ് പോർഷനാണ് ആദ്യം. നോക്ക്, ഇങ്ങനെ ഈ ഒരു ഹാഫ് പോർഷൻ നിർബന്ധമായി ഉണ്ടാവണം. കാരണം ഈ ഭാഗത്ത്, ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് ആൻറ്റിനോടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഹാഫ് പോർഷൻ, ഇനിയോ ഒരു ഹാഫ് പോർഷനും പിന്നെ ഒരു ഫുൾ പോർഷനും. അങ്ങനെ പഠിച്ചാൽ എളുപ്പം വരക്കാൻ പറ്റും. അപ്പോൾ ഇതോ ഒരു ഹാഫ് പോർഷനും 2 ഫുൾ പോർഷനും.
ഓക്കെ, അപ്പോൾ ഒരു ഫുൾ പോർഷൻ, 2 ഫുൾ പോർഷൻ, 3 ഫുൾ പോർഷൻ. ഇവിടെ ഒരു ഹാഫ് മസ്റ്റാണ്. ഒരു ഹാഫിനോടൊപ്പം ഒരു ഫുൾ പോർഷൻ, ഒരു ഹാഫിൻ്റെ കൂടെ 2 ഫുൾ പോർഷൻ ഇങ്ങനെ വരും. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഹാഫാണ്. ഇത് ഒരു ഫുള്ളും ഒരു ഹാഫ് എന്ന് പറയുമ്പോൾ ആ 3 ഹാഫായില്ലേ. അപ്പോൾ ഇതിൻ്റെ ത്രിബിളാണ് ഇത്, ഇതിൻ്റെ 5 ടൈംസ് ആണ് ഇത്. അതുകൊണ്ട് ഫസ്റ്റ് ഹാർമോണിക്, പിന്നെ സെക്കൻഡ് അല്ല, തേർഡ്, ഫിഫ്ത്ത് അങ്ങനെ പോകുക. ക്ലോസ്ഡ് പൈപ്പിൽ ഫസ്റ്റ് ഹാർമോണിക് തന്നെ, സെക്കൻഡ് ഹാർമോണിക് ഇല്ല, തേർഡ്, ഫിഫ്ത്ത്, സെവൻത്ത് ഇങ്ങനെ പോകും. ഡയഗ്രാം വരയ്ക്കാൻ അറിയാലോ. നോഡും ആൻറ്റിനോട് മാർക്ക് ചെയ്യാൻ കൂടി പഠിക്കണം. ഇനി ഓപ്പൺ പൈപ്പ് ആണെങ്കിൽ 2 എൻഡും ഓപ്പണാണ്. ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് ആൻറ്റിനോടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 ഹാഫ് പോർഷനാണ് ഇവിടെ ഉണ്ടാക്കുക. കണ്ടോ, 2 ഹാഫ് പോർഷൻ. ഓക്കെ, ഇവിടെ ഇനി അടുത്തതോ 2 ഹാഫ് പോർഷൻ്റെ ഇടക്ക് ഒരു ഫുൾ പോർഷൻ. കണ്ടോ, അപ്പോൾ അടുത്തതോ 2 ഹാഫ് പോർഷൻ, അതിനിടക്ക് 2 ഫുൾ പോർഷൻ. അങ്ങനെ എളുപ്പം പഠിക്കാം. ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ശ്രദ്ധിക്കണേ, ഇതും ഈ സ്ട്രെച്ചഡ് സ്ട്രിങ്ങും ഓപ്പൺ പൈപ്പും ഒരേപോലെ. ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്. ഡയഗ്രാം വരയ്ക്കുന്നത് ശ്രദ്ധിക്കണം, വ്യത്യാസമുണ്ട്. ഓക്കെ, ബാക്കി എഴുതുന്ന കാര്യങ്ങളെല്ലാം ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്ട്രെച്ചഡ് സ്ട്രിങ്ങും ഓപ്പൺ പൈപ്പും ഒരേപോലെ. ഡയഗ്രാം തെറ്റാതെ ശ്രദ്ധിക്കണം. 2 കേസും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. എന്നാൽ ക്ലോസ്ഡ് പൈപ്പ് അങ്ങനെയല്ല, ഫസ്റ്റ്, ഫിഫ്ത്ത്, അതേപോലെ ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത് അങ്ങനെ വരും. ഡയഗ്രാം വരയ്ക്കാൻ ക്ലിയർ ആയാലോ. ഇനി എങ്ങനെയാണ് സ്ട്രെച്ചഡ് സ്ട്രിങ്ങിലെ സ്റ്റാൻഡിംഗ് വേവിൻ്റെ ഫ്രീക്വൻസിയുടെ ഫോർമുല ഡിറൈവ് ചെയ്യുക? ആദ്യം ഫ്രീക്വൻസിയുടെ ഫോർമുല ബൈ ഹാർട്ടാക്ക്. ν1 ഇസ് ഈക്വൽ ടു ദ ഫസ്റ്റ് കേസിലെ ഫ്രീക്വൻസി ν1, അത് v/2L. v വെലോസിറ്റിയാണ്, ബൈ 2L. L എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ നീളാണ്. v/2L. ഇവിടെ v/4L. ഓക്കെ, ഇത് v/2L, ഇത് v/4L, ഇത് v/2L. ഇത് പഠിച്ചാൽ മതി. അപ്പോൾ മൂന്നാമത്തെ കേസ് കിട്ടും. അപ്പോൾ 2 നോക്കിയാൽ മതി. ഇത് v/2L, ഇത് v/4L. ഓക്കെ, ഇനി ഇതിൻ്റെ ത്രിബിൾ v/2L, ഇതിൻ്റെ ഡബിൾ v/2L ഡബിൾ എന്താ 2v/2L, അതിൻ്റെ ത്രിബിൾ 3v/2L. അപ്പോൾ 3 ഫ്രീക്വൻസി ബൈ ഹാർട്ട് ആയില്ലേ, പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇത് v/2L, v/4L, v/2L. ഇനി ഇതിൻ്റെ ഡബിൾ, ത്രിബിൾ. ഇത് v/4L ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഡബിൾ അല്ല, ത്രിബിൾ ആണ്. ഓക്കെ, 3v/4L, 5v/4L. അപ്പോൾ ഫോർമുല ബൈ ഹാർട്ട് ആയാലോ. ശരി, ഇനി ഫോർമുല ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെ? ആദ്യം ശ്രദ്ധിക്കും, ഇവിടെ ഈ സ്ട്രിങ്ങിൻ്റെ നീളം നോക്കണം. സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ നീളം എന്ന് പറയുന്നത് λ/2 ആണ്. നോക്കണം, ഇവിടെ ഒരു ക്രസ്റ്റിൻ്റെ ഒരു ക്രസ്റ്റ് മാത്രമല്ലേ ഉള്ളൂ. ഒരു ക്രസ്റ്റ് ഒരു ട്രഫും ചേരുമ്പോഴാണ് ലാംഡ. ഒരു ക്രസ്റ്റ് മാത്രമാകുമ്പോൾ λ/2. അപ്പോൾ L is equal to λ/2. അതിൽ നിന്ന് λ is equal to 2L എന്ന് എഴുതാം. അപ്പോൾ ν1 is equal to v/2L എന്ന് എഴുതാം. ഫ്രീക്വൻസി ν is equal to v/λ എന്നാണ്. വെലോസിറ്റിയുടെ ഫോർമുല ν λ. അപ്പോൾ ν is equal to v/λ. അതാണ് ലാംഡയ്ക്ക് പകരം 2L. ഓക്കെ, അപ്പോൾ L is equal to λ/2. ഇവിടെ L is equal to λ/2ൻ്റെ ഡബിൾ. ഇവിടെ L is equal to 3λ/2. അപ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പം ഡിറൈവ് ചെയ്യാൻ ഡയഗ്രാം വരച്ച് എളുപ്പം ഡിറൈവ് ചെയ്യാൻ കഴിയില്ലേ? ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. v/2L, v/4L. ഓക്കെ, v/2L. ഇതിൻ്റെ ഡബിൾ, ത്രിബിൾ. ഇതോ ത്രിബിൾ, അതേപോലെ 5 ടൈംസ് അങ്ങനെ പോകും. പിന്നെ ലെങ്ത് is equal to λ/2. പിന്നെ ലെങ്ത് is equal to 2λ/2. ലെങ്ത് is equal to 3λ/2. അതിന് ലാംഡ കാണും എന്നൊരു ഫോർമുല എഴുതുക. ഇവിടെ ലെങ്ത് is equal to λ/4. ഒരു ക്രസ്റ്റിൻ്റെ തന്നെ പകുതിയേ ഉള്ളൂ. ഒരു ക്രസ്റ്റ് മുഴുവൻ ഉണ്ടെങ്കിൽ λ/2. ക്രസ്റ്റിൻ്റെ പകുതിയല്ലേ ഉള്ളൂ. അപ്പോൾ λ/4. അപ്പോൾ ഇത് λ/4 ആണെങ്കിൽ ഇത് 3λ/4, ഇത് 5λ/4. ഓക്കെ, അതിന് ലാംഡ കാണും, ഫോർമുല എഴുതുക. ഇത് പഠിച്ചാൽ അതേപോലെ ഇതും കിട്ടും. ഓക്കെ, ഇവിടെ ഫ്രീക്വൻസികളുടെ റേഷ്യോ നോക്കണം. ഈ ഒന്നാമത്തെ കേസിൽ ഫ്രീക്വൻസികളുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:2:3. ക്ലോസ്ഡ് പൈപ്പോ 1:3:5. ഓപ്പൺ പൈപ്പോ 1:2:3. ശ്രദ്ധിക്കുക, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകളിൽ ഓപ്പൺ പൈപ്പാണ് ക്ലോസ്ഡ് പൈപ്പിനേക്കാൾ പ്രിഫർ ചെയ്യുക. എന്തുകൊണ്ടും ചോദിക്കും. എന്തുകൊണ്ടാണ്? ക്ലോസ്ഡ് പൈപ്പിൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത് എങ്ങനെയുള്ളൂ, ഈവൻ ഹാർമോണിക്സ് ഇല്ല. അപ്പോൾ എല്ലാ ഫ്രീക്വൻസിയിലെ സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഓപ്പൺ പൈപ്പ് ആണെങ്കിൽ എല്ലാ ഹാർമോണിക് ഫ്രീക്വൻസിയിലെ സൗണ്ട് ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകളിൽ ഓപ്പൺ പൈപ്പുകളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയത്, ഈ ഫസ്റ്റ് ഹാർമോണിക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി വെച്ചുകൊണ്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. സോ കൃത്യമായി സ്റ്റാൻഡിംഗ് വേവ്സ് എന്ന ടോപ്പിക്ക് ഒരു പോയിന്റ് വിട്ടുപോകാതെ വൃത്തിയായി പഠിക്കുക. പ്രത്യേകിച്ചും ഈ സ്റ്റാൻഡിംഗ് വേവിൻ്റെ പാറ്റേൺ വരച്ചിട്ട് ചോദിക്കും ഏത് ഹാർമോണിക്കാണെന്ന്. തേർഡ് ഹാർമോണിക്ക് വരക്കാൻ വേണ്ടി ഇങ്ങോട്ടും ആവശ്യപ്പെടും. പിന്നെ ഫ്രീക്വൻസികളുടെ റേഷ്യോ 1:2:3, 1:3:5 എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ വരച്ച് ഇതുപോലെ ഫ്രീക്വൻസിയുടെ ഫോർമുലകൾ ഡിറൈവ് ചെയ്തെടുക്കുക. സോ വേവ്സ് എന്നുള്ള 14ാമത്തെ ചാപ്റ്റർ, അവസാനത്തെ ചാപ്റ്റർ ഇതോടെ അവസാനിക്കുകയാണ്. താങ്ക് യു.